കണ്ണാടിയുടെ മുമ്പിൽ നിന്നതിന് ശേഷം നമ്മുടെ ഡ്രസ്സ് മാറ്റിയതിന് ശേഷം നമ്മൾ കണ്ണാടി നോക്കുക. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ബ്രസ്റ്റിന്റെ സൈസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എവിടെയെങ്കിലും തടിപ്പുണ്ടോ, എന്തെങ്കിലും സ്കിന്നിന് ഞാൻ നേരത്തെ പറഞ്ഞ ഓറഞ്ച് അതുപോലെ എന്തെങ്കിലും സ്കിൻ ചേഞ്ചസ് ഉണ്ടോ, നിപ്പിൾ അകത്തേക്ക് വലിഞ്ഞിട്ടുണ്ടോ, നിപ്പിളിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ടോ, ഇത്രയും നോക്കുക. അതിനുശേഷം നമ്മുടെ കൈ രണ്ടും കൂടെ ഈ ഹിപ്പിന്റെ അവിടെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിന്റെ മസിൽ കൺട്രാക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചേഞ്ചസ് എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് പരിശോധിക്കുന്നതാണ്. അത് നമ്മൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോഴോ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മുടെ എപ്പോഴും നമ്മൾ ഇടതുവശത്തെ സ്ഥലം പരിശോധിക്കാനായിട്ട് വലത് കൈയും, ഇടതുവശത്തിന് വേണ്ടി വലത് കൈ ഉപയോഗിക്കുക. സെയിം കൈ ഉപയോഗിക്കരുത്. പിന്നെ ഫിംഗർ ടിപ്പ് ഉപയോഗിക്കരുത്. അപ്പൊ നമുക്ക് അറിയാലോ ഫിംഗർ ടിപ്പ് നല്ല സെൻസിറ്റീവ്. അപ്പൊ എവിടെ തൊട്ടാലും മുഴ പോലെ തോന്നും. അപ്പൊ നമ്മൾ ഇതിന്റെ ഉൾവശം ഉപയോഗിച്ച് വൃത്താകൃതിയിൽ നമ്മൾ ഈ ഒരു സൈഡ് നിപ്പിളേരിയുടെ ഭാഗം തുടങ്ങുക, റൗണ്ടായിട്ട് ഫുൾ എക്സാമിൻ ചെയ്യുക. എന്നിട്ട് ആ ബ്രസ്റ്റ് എന്ന് പറയുന്ന ചെസ്റ്റേ മാത്രമേ ഉള്ളൂ, കുറച്ച് ഭാഗം ആംബിറ്റിലേക്കുണ്ട്. കൈ പൊക്കിയതിന് ശേഷം ഈ കൈ കൊണ്ട് അകത്തേക്കും പരിശോധിക്കുക. അതിനുശേഷം ഈ നമ്മുടെ ഈ ക്ലാവിക്കിളിന്റെ മുകളുണ്ടല്ലോ അവിടവും കൂടെ പരിശോധിക്കുക. അതിനുശേഷം നമ്മുടെ ഈ നിപ്പിളിന്റെ ഏരിയ നമ്മൾ അവിടെ നോക്കിയിട്ടില്ല, നമ്മൾ അതിന് ചുറ്റുമാണ് വട്ടത്തിൽ തുടങ്ങിയത്. പ്രസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിപ്പിൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക.